Hi. Hi dear. How are you? Are you fine? Today, let's study a new portion. Okay, welcome to our online class. Okay? Then, in last class, we studied about what? A or and we studied. Then, A or an after? He, she, it. We studied he, she or it. That also we studied. Today let's study a new portion. Okay. Today let's study new portion. Are you ready now? Simple one. Very simple. Are you ready now? Okay. Let's study now. Today we are going to learn this or that. This or that. What is that? എന്താ ഈ ദിസും ദാറ്റും? Have you heard any time? എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? This, that, like that. Have you heard any time? കേട്ടിട്ടുണ്ട്. You know. You many times you heard in the classroom. Okay. What is such? This or that? This or that? What is that? This or that? എന്താ this? This എന്താ? ഇത്. അത്രേ ഉള്ളൂ. തീർന്നു. This എന്താണ്? ഇത്. That എന്താണ് അപ്പൊ that? അത്. ഇത് അത്. നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയുന്നല്ലേ ഇത് എന്റേതാ, അത് നിന്റേതാ, ഇതെന്റെയാ, അത് ഉമ്മയുടെയാ, അല്ലേ, അത് വാപ്പയുടെ, അങ്ങനെ നമ്മൾ പറയാറില്ലേ? ഇത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. ഇവിടെ കിട്ടിയോ? ഫസ്റ്റ് ലെറ്റ് us study its spelling. ഓ, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ദിസിന്റെ സ്പെല്ലിംഗ് വെരി ഈസി. th make one sound. The th make one sound. The ഐയുടെ സൗണ്ട് എന്താണെന്നാ സത്യ ടീച്ചർ പറഞ്ഞിരിക്കുന്നത്? ഐ എന്നും വരും, ഇ എന്നും വരും, അല്ലേ? ഹിയർ വി ക്യാൻ യൂസ് ഇ. ദി, ദിസ്, ഓവർ. THIS, this. THIS, this. തീർന്നു. ദിസിന്റെ സ്പെല്ലിംഗ് എത്രയേ ഉള്ളൂ? THIS, this. ഇത്. This is a duster. This is a duster. This is a chalk piece. This is a chalk piece. This is a textbook. This is a textbook. അപ്പൊ എന്താ ഈ ദിസ് എന്നാ മനസ്സിലായത്? ഇതെന്ന് പറഞ്ഞാൽ എന്താ? What is that? ഇത്. The things which closer to us, near to us, അല്ലേ? നമ്മുടെ അടുത്തുള്ളത് ദിസ്. The things, the object, things സാധനങ്ങളില്ലെങ്കിൽ ആ വസ്തു എന്തോ, that object, the object which is closer to us, നമ്മളോട് ചേർന്നിരിക്കുന്ന, നമ്മുടെ അടുത്തിരിക്കുന്നത്. Near to us, that is this, അല്ലേ? അതാണ് ഇത് എന്ന് ടീച്ചർ പറഞ്ഞു. മനസ്സിലായോ? The things close to us, the things nearer, very near. Nearer means very near. അടുത്തിരിക്കുന്ന സാധനങ്ങൾ, അല്ലേ? ഇപ്പൊ നമ്മൾ പഠിക്കാനിരിക്കാൻ നമ്മുടെ അടുത്ത് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അല്ലേ? ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, പെൻസിൽ ഉണ്ട്. ഇതൊക്കെ നിയർ ടു us ആണ്, വെരി ക്ലോസ്. ദാറ്റ് ഈസ് ദിസ്. അതാണ് ദിസ്. മനസ്സിലായോ? The things or the object which is close to us, this. ഏറ്റവും അടുത്തിരിക്കുന്ന സാധനങ്ങളാണ് ദിസ്. Then what is that? അപ്പൊ പിന്നെ that എന്തായിരിക്കാം? The object or the things farther us. Farther, ദൂരെ. Far, near, far. Near means അടുത്ത്, far means അകലെ. Near means അടുത്ത്, far means അകലെ. The things or object, ആ വസ്തു അല്ലെങ്കിൽ ആ സാധനം. Farther us. Father അല്ല, father.
ദൂരെ, far, far from us, far from us. That is that. അതാണ് that. Okay. ഇത് ഒരുപാടൊന്നും ടെൻഷൻ അടിച്ച് പഠിക്കണ്ട. This means near the things, the object or the things which close to us, near to us. That means the things or object far from us, far from us. നമ്മുടെ അകലെയുള്ള സാധനങ്ങൾ, നമ്മളിൽ നിന്ന് ദൂരെ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഒരു വസ്തുവിനാണ് നമ്മൾ ദിസോ ദാറ്റോ ഉപയോഗിക്കുന്നത്. ഒരു വസ്തുവിന്. We should remember that. ഒരു വസ്തുവേ കാണത്തുള്ളൂ, ഒത്തിരി ഇല്ല. Not more than one, only one, only one. Okay. ഇതെന്ന് വെച്ചാൽ ഒന്നേ ഉള്ളൂ. ഇത് ഒത്തിരി ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് പറഞ്ഞേ? ഇതല്ല, ഇവ, ഇത് സാധനങ്ങളല്ല എന്നല്ലേ പറയുന്നേ. ഇത് ഒരെണ്ണമേ ഉള്ളൂ. ദിസും ദാറ്റും നമ്മൾ ഉപയോഗിക്കുന്നത് പ്രത്യേകം ഒന്ന് ഓർത്തേക്കണം. ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. ഓൺലി വൺ തിങ്. This and that we are using for one thing. Using for one thing. Don't forget. Not many, not more than one. It is not only one. ഒന്നിനെ മാത്രമാണ് നോട്ട് ചെയ്യുന്നത്. മനസ്സിലായി? ദൂരെ ആയാലും that, അത്. ഒരു സാധനമേ ഉള്ളൂ. ഒരു സാധനം. Not more than one. Okay? Only one thing. This, what do you mean by this? The things are object, the thing or object close to us, near to us. Only one thing. Okay? One thing or object near to us. That is this. Far from us, that. Only one thing. ഒന്നിനെയാ പറയുന്നത് കേട്ടോ. ഈസി ആയില്ലേ? പ്രയാസമുണ്ടോ? നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ടീച്ചർ ബോർഡിൽ കുറച്ച് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ ദാറ്റിൻ്റെ സ്പെല്ലിംഗ് കൂടെ നമുക്ക് നോക്കിയിട്ട് പോകും. ദാറ്റ്, TH, the, ആ സൗണ്ട്, ദ, T, that, 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 that. What is the spelling of this? THIS, this. THIS, this. What is the spelling of this? THIS, this. What is the spelling of that? THAT, that. THAT, that. THAT, that. Don't forget. The, that. THAT, that. Okay, don't forget. THAT, that. This means the things close to us. That means far. That, other. This, either, that, other. Look at the blackboard, everybody. Now you can learn easily, simply. Then let's go through our textbook. Okay. Here, sir, the teacher drew some pictures. Listen. First one, listen. Dash. Out blank on. Nothing is there. You should add that. Okay. ശ്രദ്ധിച്ചിരിക്കുന്ന മിടുക്കികൾക്കും മിടുക്കന്മാർക്കും now itself you could say the answer. ഇപ്പം പറയാൻ പറ്റും. ഡാഷ് ആണ്. You should say the answer. Is a ball. Is a ball. Dash is a ball. എന്നാ പറഞ്ഞിരിക്കുന്നത്? Dash is a ball. ഇതൊരു ബോൾ ആകുന്നു. കണ്ട ബോൾ കണ്ട തോന്നിക്കുന്നുണ്ടോ ബോളാന്ന്? അത് ബോളാണ് കേട്ടോ. ബോൾ. ഡാഷ് ഈസ് എ ബോൾ. Then you just listen. ആ ബോള് ക്ലോസ് ആണോ ഫാർ ആണോ എന്ന് നോക്കി. നിയർ ഓർ ഫാർ. നിയർ മീൻസ് അടുത്ത്, ഫാർ മീൻസ് അകലെ, ദൂരെ. ലിസൺ. ബോൾ ടീച്ചർ എഴുതിയിരിക്കുന്നതുമായിട്ടൊന്ന് നോക്കിയേ. നിയർ ആണോ ഫാർ ആണോ എന്ന് നോക്കിയേ. നിയർ മീൻസ് അടുത്ത്, ഫാർ മീൻസ് അകലെ. ഓക്കെ. ബോൾ നിയർ ഓർ ഫാർ? നിയർ. അടുത്തല്ലേ? ദൂരെയാണോ ടീച്ചർ വരച്ചിരിക്കുന്നത്? ലിസൺ. നോ. നിയർ അല്ലേ? ഡാഷ് ഈസ് എ ബോൾ. അപ്പോ
ഇത് നിയർ അല്ലേ? നിയർ ആവുമ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ദിസ് ആണോ ദാറ്റ് ആണോ? ദിസ് ഓർ ദാറ്റ്? ദിസ് 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 ദാറ്റ് അങ്ങനെ തന്നെ നമ്മൾ പഠിക്കണം. ദിസ് ദാറ്റ് ദിസ് ദാറ്റ്. അപ്പൊ ബോള് ദിസ് ആണോ ദാറ്റ് ആണോ? ദിസ് നിയർ നിയർ. ഓക്കെ. അപ്പം we can write here, say the spelling of this. T H I S. This is a ball. What is this? This is a ball. This is a ball. ഇതൊരു ബോൾ ആകുന്നു. Because ball near to us. This ball is near to us. Not farther. Not further. It's near. Close. Next, dash. That also dash ആണ്. You should add the answer. Is star. Star. നക്ഷത്രം. അല്ലേ? നക്ഷത്രം. Dash is a star. ഇതാണ് സ്റ്റാർ കേട്ടോ. സ്റ്റാർ അല്ലേ? യെസ്. So you just listen. ഇത് കൂടുതലൊന്നും ഇതൊന്നും കാണാതെ പഠിക്കണ്ട. ദിസ് ഓർ ദാറ്റ് യു കുഡ് സേ ദാറ്റ് ഷുഡ് റിട്ടൺ. ഇൻ എക്സാം ഓൾസോ ടൈറ്റിൽ വിൽ ഗിവ് ദിസ് ദാറ്റ് സ്പെല്ലിംഗ് ഇറ്റ്സെൽഫ്. ഓക്കെ. സ്പെല്ലിംഗ് ഈസ് ദെയർ. ക്യാൻ കോപ്പി. നമുക്ക് ഈ സ്പെല്ലിംഗ് ഇവിടെ തന്നെ ഉണ്ട് അല്ലേ? സ്പെല്ലിംഗ് ഉണ്ട്. നമുക്കിത് നോക്കി അതെന്താന്ന് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് യു ലിസൺ. നീഡ് ഇറ്റ് ബൈ ഹാർട്ട്. ദിസ് എ സ്റ്റാർ നീഡ് ഇറ്റ് ബൈ ഹാർട്ട്. ഓൺലി ലിസൺ. Dash is a star. Star. Star കണ്ടോ? അപ്പോൾ you just listen. This much only you should listen. Star is near or far? Star is near or far? അടുത്താണോ അകലെയാണോ? നോക്ക്. Near or far? ദൂരെയാണോ ടീച്ചർ വരച്ചിരിക്കുന്നത്? സ്റ്റാർ. സ്റ്റാർ എവിടെയാ? നിയർ. സ്റ്റാർ ഈസ് നിയർ. ക്ലോസ് ടു us. ക്ലോസ് ടു us അല്ലേ? അകലൊന്നും ഇല്ലല്ലോ. അടുത്തല്ലേ ടീച്ചർ വച്ചിരിക്കുന്നത്. ഡാഷ് ഈസ് എ സ്റ്റാർ. അപ്പോൾ അടുത്തുള്ളത് എന്താന്നാ പറഞ്ഞേ? ദിസ് ഓർ ദാറ്റ്. ഏതാ? ദിസ് ഓർ ദാറ്റ്? ദിസ്. THIS. ദിസ്. THIS. This. എളുപ്പമല്ലേ? അല്ലേ? യെസ്. These both things, these objects close to us. അല്ലേ? Next, dash is a bat. BAT, bat. We learned these spellings and all. These all spellings we studied. Bat. Dash is a bat. Bat. Where is the bat? Where is the bat? Bat. ബാറ്റ് അടുത്താണോ ക്ലോസ് ആണോ നോക്കിയേ. ദേ ടീച്ചർ ഒരു ആരോ മാർക്കൊക്കെ ഇട്ടത്. ബാറ്റ് എവിടെയാ ബാറ്റ്? ടേക്ക് യുവർ ഇൻഡെക്സ് ഫിംഗർ. ടേക്ക് യുവർ ഇൻഡെക്സ് ഫിംഗർ. ഫോർ ഫിംഗർ. ചൂണ്ടുവരലെടുത്തേ. ദാറ്റ് എവിടെയാണ്? ദാറ്റ്. ഇവിടെ ബാറ്റ് എവിടാ നിൽക്കുന്നേ? ദൂരെയാണ് അല്ലേ? ഫാർ. ഫാർ ഫ്രം us അല്ലേ? നോക്ക്. ലിസൺ ഹിയർ. സരിത ടീച്ചർ ഈ ബോർഡ് വരച്ചത് ക്ലോസ് ആയിരുന്നു. സ്റ്റാർ ഓൾസോ ക്ലോസ്. ബട്ട് ദ ബാറ്റ്, ലിസൺ ദ ബാറ്റ്. ദാറ്റ്. വേർ ഈസ് ദാറ്റ്? ദാറ്റ്. ബാറ്റ് ദൂരെയാണ്. അപ്പം ദിസ് ഓർ ദാറ്റ്, വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ? ദിസ് ഓർ ദാറ്റ്? ദാറ്റ് അല്ലേ? ബാറ്റ് എവിടെയാണ്? ദൂരെയാണ് അല്ലേ? ദാറ്റ് അല്ലേ? ടേക്ക് യുവർ ഇൻഡെക്സ് ഫിംഗർ ആൻഡ് പോയിന്റ് ഇറ്റ്. Take your index finger, then point it far. So THAT. 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 Pretty good. Next, dash is a flower. Flower. Flower എവിടാന്ന് നോക്കിയേ. ടീച്ചർ ആരോ മാർക്കൊക്കെ ഇട്ട് ദൂരെയാണോ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. Close to us. Close. Flower near അല്ലേ? ക്ലോസ് അല്ലേ? അപ്പൊ ദിസ് ആണോ ദാറ്റ് ആണോ? ദിസ്. വാട്ട് ഈസ് ദാറ്റ്? ദിസ് അല്ലേ? ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സേയിങ്? ക്യാൻ യു ഫോളോ മീ? അണ്ടർസ്റ്റാൻഡ്? ഗോട്ട് ഇറ്റ്? പിടി കിട്ടിയോ? ഓക്കെ. വാട്ട് ഈസ് ദിസ്?
because the flower is close to us. This flower is close to us. Flower is very close to us. This is a flower. Next, dash is a tree. Tree. ഒരു മരം ഇവിടെ എവിടെയോ ഉണ്ട്. എവിടെ നോക്കി? ട്രീ. What is this? Tree ആട്ടോ. Tree. Dash is a tree. Tree. ആരോ മാർക്കൊക്കെ ഇട്ട് എവിടെയാണ്? Take your index finger, then point. Where is the tree? Far from us. It is farther. Farther. ദൂരമാണ്. നിയർ ആണോ? ക്ലോസ് ആണോ? ഈ ഫ്ലവർ, സ്റ്റാർ, ബോൾ പോലെ നിയർ ആണോ? നോ. ബാറ്റ് പോലെ ദൂരെയാണ്. അല്ലേ? Far. Far from us. That object is far from us. So that is a tree. That is a tree. That. T-H-A-T. That. പഠിക്കട്ടോ? ഈസി ആണെന്ന് തോന്നുന്നില്ലേ? That's all. ഇത്രേ ഉള്ളൂ. Next, dash is a mango. Mango. M-A-N G-O. Go. Mango. Dash is a mango. Where is the mango? Where is that? Close ആണോ? അടുത്തങ്ങാണോ ഉണ്ടോ എന്ന് നോക്കിയേ. No. It is farther. Farther. Far from us. Mango is far from us. But this or that. This ആണോ? That ആണോ? That is a mango. അല്ലേ? ആണോ നോക്കിയേ. Take your index finger and point it. Look at the blackboard. നിങ്ങൾ ടെക്സ്റ്റിൽ നല്ല ടീച്ചർ പറഞ്ഞത്. ടീച്ചർ കുറച്ച് എക്സാമ്പിൾ ബോർഡിൽ വരച്ച് കാണിക്കാം കേട്ടോ. That is a mango. That is a mango. Say the spelling of that. T-H-A-T. That. T-H-A-T. That means കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. കുറച്ച് അകലത്തിലാണ്. അല്ലേ? നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ വിൻഡോ വെക്കില്ലേ നമ്മൾ ഇരിക്കുന്ന റൂമിൽ? നോക്കിയത് അടുത്താണോ? ദാറ്റ് ഈസ് എ വിൻഡോ. ദാറ്റ് അല്ലേ? ഇല്ലേ? നമ്മുടെ അടുത്തിരിക്കുന്ന സാധനങ്ങളല്ലാത്തത് ഇച്ചിരി അകലിരിക്കുന്ന എല്ലാം ദാറ്റ്. ഒരു ഒബ്ജക്റ്റ് ഒരെണ്ണത്തിനാ പറയുന്നത് കേട്ടോ. ദാറ്റ് ഈസ് എ മാംഗോ. നെക്സ്റ്റ്, ഡാഷ് ഈസ് ആൻ അംബ്രല്ല. അംബ്രല്ല എന്താണെന്നറിയാലോ? കുട അല്ലേ? നമ്മൾ പഠിച്ചാണ്. അംബ്രല്ല പഠിച്ചില്ലേ? യെസ്. Dash is an umbrella. Where is the umbrella? അടുത്ത അല്ലേ? ദൂരെയാണോ? ആണോ? കൈ ചൂണ്ടണോ? വേണ്ട. അടുത്തുണ്ട് അല്ലേ? Close. Very close to us. This or that. This or that. This or that. This. This is an umbrella. Say the spelling of this. T-H-I-S. T-H-I-S. This. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? നോക്കി. ഇവിടെ കിട്ടിയോ? Then take your textbook, page number 28-29. Page number 28-29. Take all of you. ഇത് കുറച്ച് എക്സാമ്പിൾ ഉണ്ട്. That also I shall say. Okay. Here, this or that. What is it? This or that. Very simple. This or that. Let's see. Page number 29. Page number 29. ഇവിടെ ഒരു ബോയ് ഉണ്ട് അല്ലേ? നോക്കിയേ. അപ്പോൾ ആ ബോയ് നമ്മുടെ അടുത്തല്ലേ? നോക്കിയേ. ഒരു വിരൽ ചൂണ്ടിയിരിക്കുന്നുണ്ടോ? പേജ് നമ്പർ 29. ബോയ് നമ്മുടെ അടുത്ത് ക്ലോസ് ആണ്. അപ്പൊ എന്താ കൊടുത്തിരിക്കുന്നത്? ദിസ് ഈസ് എ ബോയ്. ദിസ് ഈസ് എ ബോയ്. മനസ്സിലായോ? ദിസ് ഈസ് എ ബോയ്. അടുത്താണ്. ആ കുട്ടി അടുത്താണോ നോക്കിയേ. ഇവിടെ വിരൽ ചൂണ്ടിയിരിക്കുന്ന അടുത്തല്ലേ നോക്കിയേ അല്ലേ? ദിസ്. അപ്പോൾ ഇവിടെ നമുക്ക് ദിസ് ആണ്. തൊട്ടപ്പുറത്തെ പിക്ചർ ഒന്ന് നോക്കിയേ. ഇവിടെ ഒരു ഗേൾ നിൽപ്പുണ്ട്, പക്ഷെ കുറച്ച് ദൂരെയാണ്. ആണോ നോക്കിയേ? That is a girl. That is a girl. അല്ലേ? ഒരു പെൺകുട്ടി ദൂരെയല്ലേ? അപ്പൊ ദൂരെയുള്ളതാണ്. Far from us, that. Near ആണെങ്കിൽ this. Okay? Yes, second picture, listen. Second picture. ഒരു ബട്ടർഫ്ലൈ ഉണ്ട് അല്ലേ? ഒരു ബട്ടർഫ്ലൈ ഇല്ലേ? ഒരു ബട്ടർഫ്ലൈ പൂമ്പാറ്റയുണ്ട്. തൊട്ടടുത്താ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണോ നോക്കിയേ. ദിസ് ഈസ് എ ബട്ടർഫ്ലൈ. ദിസ് ഈസ് എ ബട്ടർഫ്ലൈ. അതെന്താണ്? ബട്ടർഫ്ലൈ ക്ലോസ് ആണ്. നിയർ ആണോ നോക്കിയേ.
കൈവെള്ളം ചൂണ്ടിരിക്കുന്ന അടുത്ത. ദിസ് ഈസ് എ ബട്ടർഫ്ലൈ. തൊട്ടപ്പുറത്തൊരു മങ്കി നിൽപ്പുണ്ടോ നോക്കി. ദാറ്റ് ഈസ് എ മങ്കി. ദാറ്റ് ഈസ് എ മങ്കി ആണോ? അല്ലേ? മങ്കി ദൂരെയാണ്. വൈ? മങ്കി ഈസ് ഫാർ ഫ്രം us. ഇറ്റ് ഈസ് ഫാർ ഫ്രം us. നമ്മളിൽ നിന്ന് ദൂരെയാണ് മങ്കി. ദൂരെയാണ് നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിയർ ആണെങ്കിൽ ദിസ്, ദൂരെയാണെങ്കിൽ ദാറ്റ്. ഒരു വസ്തുവിനെയാണ് പറഞ്ഞത്. ഇതൊക്കെ ഒരു പിക്ചറല്ലേ ഉള്ളൂ. സരിത ടീച്ചർ ഈ വരച്ചിരിക്കുന്നതല്ല ഒരു പിക്ചറാണ്. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റിലുള്ളത് ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് എ റാബിറ്റ്. തേർഡ് റോയിൽ ഒരു റാബിറ്റ് ഉണ്ടോന്ന് നോക്കി. അടുത്താണ് അല്ലേ? അടുത്തായപ്പോൾ എന്താന്നാ കൊടുത്തിരിക്കുന്നത്? ദിസ് ആണോ ദാറ്റ് ആണോ? ആ, ദിസ് ഈസ് എ റാബിറ്റ്. ദിസ് ഈസ് എ റാബിറ്റ്. ഓക്കെ, ദിസ് ഈസ് എ റാബിറ്റ്. ഇനി അടുത്ത് തൊട്ടപ്പുറത്തൊരു ബേർഡിനെ കൊടുത്തിട്ടുണ്ടോ നോക്കി. ഒരു ബേർഡ്. ആ, ഇറ്റ്സ് ഫാർ ഫ്രം us. ദാറ്റ് ഈസ് എ ബേർഡ്. ദാറ്റ് ഈസ് എ ബേർഡ്. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ് ബിക്കോസ് ദ ബേർഡ് ഈസ് ഫാർ ഫ്രം us. ബിക്കോസ് ദ ബേർഡ് ഈസ് ഫാർ ഫ്രം us. ഫാർദർ, ദൂരെയാണ്. ഫാർദർ എന്ന് വെച്ചാൽ എന്താ? വെരി ഫാർ അല്ലേ? കുറച്ച് അധികം അകലെയാണ്. യെസ്, there is a honey bee. അവിടെ ഒരു തേനീച്ച ഉണ്ടോ നോക്കി. ഒരു ബി അല്ലേ ഉണ്ടോന്ന് നോക്കി. യെസ്, ദിസ് ഈസ് എ ബി. ബി നിയർ ആണ്. ബി എവിടെയാണ്? നിയർ ആണ്. ദിസ് ഈസ് എ ബി. ദിസ് ഈസ് എ ബി അല്ലേ? ബി അടുത്താണ്. ദിസ് ഈസ് എ ബി. നെക്സ്റ്റ് there is a flower. ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. അത് എവിടാന്ന് നോക്കി. ആ, that is a flower. That is a flower. എവിടെയാണത്? ഇച്ചിരി ദൂരമാണ് അല്ലേ? ആണോ? ഇവിടെ കിട്ടിയോ? That, farther. Then page number 30, 31 എടുത്തേ. അപ്പം നിങ്ങൾക്ക് തനിച്ച് ചെയ്യാം. ഇനി ഞാനില്ലാതെ വിത്തൗട്ട് സരിത ടീച്ചർ യു ക്യാൻ ഡു ദ ആൻസർ നൗ. സരിത ടീച്ചർ ഇനി വേണ്ട. ഇനി നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ടീച്ചർ ഒരു ഹെൽപ്പറായിട്ട് നിന്നാൽ മതി. ക്യാൻ ഐ റബ് ഇറ്റ്? ആ, ഇത് ടീച്ചർ അങ്ങോട്ട് റബ് ഔട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇത് നമുക്കിനി ഇത് നോട്ട്ബുക്കിലൊന്നും എഴുതാനുള്ളതല്ല. ടീച്ചർ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ കേട്ടോ. എക്സാമ്പിളാണ് ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഇന്ന് നമുക്ക് ടെക്സ്റ്റിലേക്ക് വരാം. ടെക്സ്റ്റ് വർക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പേജ് നമ്പർ 30, 31 ഒക്കെ എടുത്തോ? റെഡി ആയിരിക്കണം. What is that? Look at the picture and write this or that to complete the sentences. ഈ സെന്റൻസസ് നമുക്ക് ദിസും ദാറ്റും ചേർത്തൊന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പിക്ചർ ബുക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ? അടുത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അടുത്താവുമ്പോൾ the things or object close to us, what can we say? This or that? This ആണോ ദാറ്റ് ആണോ? ക്ലോസ് ആണ്. ആ, ക്ലോസ് ആവുമ്പോൾ this അല്ലേ? എന്നല്ലേ പറഞ്ഞു ടീച്ചർ? ക്ലോസ് ടു us അല്ലേ? ആ ബുക്കിന് നേരെ കൈ ചൂണ്ടിക്കുന്ന തൊട്ടടുത്തായിട്ടാണ് അല്ലേ? അപ്പൊ ദിസ് ഫസ്റ്റ് വേർഡ് ദിസ്. ആ 4 ലൈനിൽ കറക്റ്റ് എഴുതണം കേട്ടോ. 4 ലൈനൊക്കെ കൊടുത്തിട്ടാണ്. അപ്പം ദിസ് ഇത്ര മാത്രം എഴുതിയാൽ മതി. റിമൈനിങ് പോർഷൻ ഇസ് ഹിയർ. ദിസ് ഈസ് എ ബുക്ക്. 4 ലൈൻ വരച്ച് ടീച്ചർ കാണിക്കണം എങ്ങനെയാണെന്നാ. 4 ലൈൻ വരച്ച് കാണിക്കണമെങ്കിൽ അങ്ങനെ കാണിക്കാം. ഒരു 2 ടീച്ചർ 4 ലൈൻ വരച്ച് കാണിക്കാം. അല്ലെ ചിലപ്പോൾ പിടി കിട്ടാതെ പോയെങ്കിലോ. 4 ലൈൻ അവിടെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇനി 4 ലൈൻ വരച്ചിട്ട് ഇനി 4 ലൈനും മനസ്സിലാകാതെ പോലെ 4 ലൈൻ അവിടെ ഉണ്ട് അല്ലേ? നമുക്ക് നോക്കാം എന്താണ്. ആ, ടി ഹെഡ് ലെറ്റർ ആണ് അല്ലേ? എച്ചും ഹെഡ് ലെറ്റർ ആണ്. ഐ ബോഡി ലെറ്റർ ആണ്. എസും ബോഡി ലെറ്റർ ആണ് അല്ലേ? ദിസ് ഇത്രയും മതി. റിമൈനിങ് portion is there. Is a book. This is a book. Second one. What is the second one? Second one il book ഇച്ചിരി ദൂരെ അല്ലേ എന്ന് നോക്കിയേ. സെക്കൻഡ് പിക്ചറിൽ ബുക്ക് ഫാർ ഫ്രം us. ഇച്ചിരി ദൂരെയാ. ആ കൈ ചൂണ്ടിക്കുന്നത് അവിടുന്ന് കുറച്ചും കൂടെ അകലേക്കാണ് നമ്മുടെ ബുക്ക് ഇരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും? ഫാർ ഫ്രം us ആണെങ്കിൽ എന്താണ്? That. What is that? That. Number 2. That. What is the spelling of that? T, head letter, H, head letter, A, body letter, T,
head letter. That. T-H-A-T, that. T-H-A-T, that. What is the spelling of that? T-H-A-T, that. Okay. That is a book. That is a book. Next. Ball. ഒരു ബോൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? നിയർ ആണ് അല്ലേ? കൈവരിൽ ചൂണ്ടിക്കുന്ന അടുത്തല്ലേ എന്ന് നോക്കിയേ. ദിസ് ഈസ് എ ബോൾ. ദിസ് ഈസ് എ ബോൾ. തേർഡ് വൺ ആണോ നോക്കിയേ. ദിസ് ഈസ് എ ബോൾ. This, what is the spelling of this? T-H-I-S. T-H-I-S. This. അടുത്താണ് ബോൾ അല്ലേ? Listen the next ball, next picture or next ball. അടുത്ത ബോളിൽ ഒന്ന് നോക്കി. It's far from us. ഇച്ചിരി ദൂരെയല്ലേ അല്ലേ? കൈവരിൽ ചൂണ്ടിരിക്കുന്നുണ്ടോ? അപ്പൊ അവിടെ ആവുമ്പോ എന്താ ടീച്ചർ പറഞ്ഞേ? ദൂരെയുള്ളത് ആ സൈഡിൽ മാത്രമല്ല, നമുക്ക് ഈ സൈഡിൽ പോകാം കേട്ടോ. ടീച്ചർ ആ സൈഡിലേക്ക് മാത്രം പറയുമ്പോൾ ഓർക്കും ആ സൈഡിൽ മാത്രമാണോ, നെക്സ്റ്റ് സൈഡിൽ പോകാം കേട്ടോ. ദൂരെയുള്ളത് the things which far from us, the things which far from us, that is that. അപ്പൊ എവിടെയാണ്? ബോളിന് നേരെ കൈ ചൂണ്ടിക്കുന്ന ഇച്ചിരി ദൂരോട്ടുണ്ട് അല്ലേ? അപ്പൊ ഫാർ ആണ്. Say the spelling of far. Say the spelling of that. Say the spelling of that. That spelling എന്ന് പറഞ്ഞേ. T-H-A-T. 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 That. ഇവിടെ കിട്ടിയ സംശയം ഉണ്ടോ? ഉണ്ടോ? Next, number 5. ഒരു ഗേൾ അല്ലേ? അടുത്താണ്. This is a girl അല്ലേ? തൊട്ടടുത്താ നിൽക്കുന്നത്. This. അപ്പൊ നമുക്ക് സംശയം വേണ്ട. This. What is the spelling of this? T-H-I-S. This. T-H-I-S. This. അടുത്ത ഗേൾ എവിടാന്ന് നോക്കി. തൊട്ടടുത്ത് ഗേൾ നിൽക്കുന്നത് ഇച്ചിരി ദൂരമുണ്ട് അല്ലേ? That. What is that? That. ഇച്ചിരി ദൂരെയല്ലേ? ദിസും ദാറ്റും അത്ര ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ആ സ്പെല്ലിംഗ് we should study. This and that spelling we should study. Then where will come it? Where it will come. ഇത് എവിടെ വരും, ഇത് എവിടെ എങ്ങനെയാണ് പ്രയോഗിക്കുന്നത്, അത്രയും കാര്യമുള്ളൂ. ഈ ദിസും ദാറ്റും ഒരു പ്രോനൗണിന്റെ വകുപ്പിൽപ്പെടുന്നുണ്ട്. ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ എന്നൊക്കെ പറയും. അത്രയൊന്നും എൻ്റെ മക്കളിപ്പോൾ പഠിക്കണ്ട. അത് അല്ല, നമ്മൾ പേരിന് പകരമില്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നോക്ക്, അത് ഇത് എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം അത് നമ്മൾ ഒരാളെ അപ്പോൾ അത്രയൊന്നും പഠിക്കണ്ട. ഇപ്പം ദിസും ദാറ്റും പ്രയോഗിക്കാൻ മാത്രം പഠിക്കുക. ഡെമോൺസ്ട്രേറ്റീവ് ഒക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം അല്ലേ? ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ ഒക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പം ദാറ്റ് അല്ലേ? ഗേൾ എവിടെയാണ്? ദാറ്റ് അല്ലേ? ദൂരെയല്ലേ? ദാറ്റ്. നെക്സ്റ്റ് അവിടെ ഒരു ചെടി, ഒരു പ്ലാന്റ്. There is a plant അല്ലേ? ഒരു പ്ലാന്റ് കൊടുത്തിട്ടില്ലേ? ക്ലോസ് ആണ് അല്ലേ? എന്താ പറഞ്ഞേക്കുന്നത്? ദിസ് അങ്ങനല്ലേ കൊടുത്തിരിക്കുന്നത്? അടുത്തല്ലേ നോക്കാം. അടുത്തായതുകൊണ്ട് ഞാൻ ദിസ് എന്ന് പറഞ്ഞത്. ക്ലോസ് ടു us. Close to us. This is a plant. This is a plant. This is a plant. This. This. T-H-I-S. This. This is a plant. Next plant. Where is the plant? Next one. Far, അല്ലേ? That. That. ദൂരെയാണ്. That. T-H-A-T. That. T-H-A-T. That. Okay. Understand? Next portion also. This or that. Okay. Let's wind up our class today. Okay. Bye bye.